സാറ് ഈ പറയിൽ പിതാവിൻ്റെ സ്ഥാനാരോഹണം സംബന്ധിച്ച് ആകാംക്ഷയോടെയാണ് വിശ്വാസി സമൂഹം കാത്തിരിക്കുന്നത്. പെരുന്തോട്ടം പിതാവിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം ഒരു മെത്രാൻ്റെ സ്ഥാനാരോഹണത്തിന് അതിരൂപത സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിശദാംശങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ സാധിക്കും? ഇപ്പോൾ ഉള്ള വിവരമനുസരിച്ച് ഒക്ടോബർ മാസം 31-ാം തീയതി അഭിനന്ദ തറയിൽ പിതാവിൻ്റെ സ്ഥാനാരോഹണം നടക്കും എന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത്. മേജർ ആർച്ച് ബിഷപ്പിൻ്റെ കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. മറ്റ് വിശിഷ്ട വ്യക്തികൾ ആരൊക്കെയാണ് എന്നുള്ള കാര്യത്തെപ്പറ്റി തീരുമാനമായില്ല. വിശദമായ പ്രോഗ്രാം നമ്മൾ പിന്നീട് അറിയിക്കുന്നത്. സാറേ, ചങ്ങനാശ്ശേരി അതിരൂപത ഒരു ചരിത്ര പ്രാധാന്യമേറിയ ഒരു മുഹൂർത്തത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. തറയിൽ പിതാവ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായിട്ട് നിയമിതനായിരിക്കുന്നു. ഈ നിയമനത്തെ അങ്ങ് എങ്ങനെ നോക്കിക്കാണും? വലിയ സന്തോഷം. ചങ്ങനാശ്ശേരി അതിരൂപതയും ഒപ്പം സീറോ മലബാർ സഭയും ഒരു ധന്യ മുഹൂർത്തത്തിലൂടെ കടന്നു പോവുകയാണ്. അതിരൂപതയുടെ 9ാമത് അധ്യക്ഷനായി 5ാമത് ആർച്ച് ബിഷപ്പായി മെത്രാപ്പൊലീത്തയായിട്ട് അഭിവന്യ തോമസ് തറയിൽ പിതാവ് നിയമിതനായിരിക്കുന്നു. ഒരു വർഷം മുൻപ് അഭിവന്യ ജോസഫ് പെരുന്തോട്ടം പിതാവ് 75 വയസ്സ് പൂർത്തിയാക്കിയപ്പോൾ രാജി സമർപ്പിച്ചു. അതിനുശേഷം ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മക്കൾ മുഴുവൻ വൈദികരും സന്യസ്തരും അൽമാരും ഒക്കെ വലിയ പ്രാർത്ഥനയോടെ ഈ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇനി വരുന്ന ദിവസങ്ങൾ ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് പുത്തനുണർവ് ലഭിക്കുന്ന ഒരു ദിനങ്ങളായിരിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. മുൻഗാമികളെ പോലെ തന്നെ അവർക്ക് ചേർന്ന പിൻഗാമി എന്ന തരത്തിൽ അഭിനന്ദ തറയിൽ പിതാവിന് ഈ കാലഘട്ടത്തിൽ ചേർന്ന ഒരു ഇടയൻ എന്ന തരത്തിൽ നല്ല ശുശ്രൂഷ നൽകുവാൻ സാധിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അഭിനന്ദ പെരുന്തോട്ടം പിതാവിൻ്റെ ശുശ്രൂഷകളെ ഏറെ സ്നേഹത്തോടെ ഏറെ നന്ദിയോടെ ഓർക്കുന്നു. സഭയുടെ ഉറങ്ങാത്ത കാവൽക്കാരൻ എന്ന് അഭിനന്ദ പെരുന്തോട്ടം പിതാവിനെ വിശേഷിപ്പിച്ചാൽ അതിലൊട്ടും തെറ്റോ അതിശയോക്തിയോ ഇല്ല. അപ്പോൾ ചങ്ങനാശ്ശേരി അതിരൂപത ചരിത്രം എന്ന് പറയുന്നത് വന്യ പിതാക്കന്മാരുടെ ചരിത്രമാണ്. അഭിമന്യ ചാൾസ് ലെവിഞ്ച് പിതാവ് മുതൽ പെരുന്തോട്ടം പിതാവ് വരെ പണിതുയർത്തിയ ഒരു 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 പാരമ്പര്യം, ചരിത്രം അഭിമന്യ തറയിൽ പിതാവിലൂടെ അടുത്ത തലമുറയിലേക്ക് കൈമാറപ്പെടുന്നു. എല്ലാ ദൈവാനുഗ്രഹവും തറയിൽ പിതാവിന് ഉണ്ടാവട്ടെ. അഭിമന്യ പെരുന്തോട്ടം പിതാവിനുള്ള നന്ദിയും സ്നേഹവും രൂപത മക്കളെല്ലാം ആദരവോടെ ഓർക്കുന്നു.